ഹലോ കൂട്ടുകാരെ, എല്ലാവർക്കും സുഖമല്ലേ? നമുക്കൊന്ന് 3-4 മാങ്ങ ഇട്ടിട്ടുണ്ട്. അപ്പുറത്തെ വീട്ടിലെ ചേച്ചി തന്നാണ്. ഇത് വെച്ചൊരു മാങ്ങ അച്ചാർ ഉണ്ടാക്കാം. മാങ്ങയെല്ലാം നമ്മൾ അച്ചാറിടാനായിട്ട് അരിഞ്ഞു വെച്ചിട്ടുണ്ട്. ഇനി ചെറിയ ചെറിയ കഷ്ണങ്ങളായിട്ട് ഒന്നുകൂടി അരിഞ്ഞെടുക്കാം. മാങ്ങ ചെറിയ ചെറിയ കഷ്ണങ്ങളായിട്ട് അരിഞ്ഞു വെച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ചേർക്കാനുള്ള ഇഞ്ചി വെളുത്തുള്ളിയാണ്. നമുക്കത് മിക്സിയുടെ ജാറിലിട്ട് ഒന്ന് ചതച്ചെടുക്കാം. ഇനി നമുക്ക് അച്ചാറിലേക്ക് ചേർക്കുന്നതിന് വേണ്ടിയിട്ട് ഒരു 2 സ്പൂൺ കടുവും 1 സ്പൂൺ ഉലുവയും കൂടെ ഒന്ന് വറുത്തെടുക്കാം. നന്നായിട്ടൊന്ന് ഇളക്കി വറുത്തെടുക്കാം. കടുക് ഉലുവയും നല്ലോണം മൂത്ത് പൊട്ടി വന്നിട്ട് ഇത് നമുക്കൊരു പാത്രത്തിലേക്ക് ഒഴിക്കാം. തണുക്കുമ്പോൾ നമുക്ക് പൊടിച്ചെടുക്കാനുള്ളതാണ്. അച്ചാർ ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പാൻ അടുപ്പത്തേക്ക് വയ്ക്കാം. നമുക്ക് എണ്ണ ചൂടായി വന്നിട്ടുണ്ട്. അതിലേക്ക് 1 സ്പൂൺ കടുക് ഇട്ട് കൊടുക്കാം. കടുക് പൊട്ടി വരുന്ന നേരത്തിന് കറിവേപ്പിലയും കൂടെ ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് നമുക്ക് അരച്ച് വെച്ചേക്കുന്ന ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇട്ട് കൊടുക്കാം. നന്നായിട്ട് ഇളക്കി കൊടുക്കാം. തീ കുറച്ച് ഇളക്കി കൊടുക്കാം. ഇപ്പം മാങ്ങയുടെ സീസണൊക്കെ കഴിയാറായില്ലേ? ഈ മാങ്ങ നിന്ന് ചീത്തയാവാണ്ട് അച്ചാറിട്ട് വെച്ചിരുന്നാൽ സ്കൂളിലൊക്കെ പോകുമ്പോൾ മോൾക്ക് കൊടുത്ത് വിടാം. അപ്പം ഇറക്കെടുത്ത് കൂട്ടാം. അങ്ങനെ മാങ്ങ അച്ചാറിടാൻ കരുതിയതാണ്. ഇഞ്ചിയും വെളുത്തുള്ളിയും നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള മുളക് പൊടി ഇടാം. ഒരു 2 സ്പൂൺ മുളക് പൊടി ഇടാം. ഇത് നല്ല കളറുള്ള മുളക് പൊടിയാണ്. ഇത് സാധാ മുളകും പിരിയ മുളകും കൂടി ചേർത്ത് പൊടിച്ചതാണ്. മുളക് പൊടി നന്നായി ഇളക്കി യോജിച്ചതിന് ശേഷം 1 സ്പൂൺ കായവും ആവശ്യത്തിന് ഉപ്പും കൂടെ ഇട്ട് ഒന്നുകൂടി നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കാം. കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് നമുക്കൊരു 2 സ്പൂണോളം വിനാഗിരി ഒന്ന് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് തിളപ്പിച്ചതിന് ശേഷം ഫ്ലെയിം ഓഫ് ചെയ്യുക. 2 സ്പൂൺ മതി. ഈ അരപ്പ് നന്നായിട്ടൊന്ന് തണുത്തതിന് ശേഷം നമുക്ക് ഈ അരിഞ്ഞു വെച്ചേക്കുന്ന മാങ്ങ ഇതിലേക്കിടാം. അരിയെന്ന് വെച്ചാലേ എൻ്റെ മോൾക്ക് ഈ മാങ്ങ നന്നായിട്ട് വെന്ത് പോകുന്നത് ഇഷ്ടമല്ല കേട്ടോ. പിന്നെ കടുമുടായിരിക്കണം. അങ്ങനെ അതുകൊണ്ട് അരപ്പൊന്ന് തണുത്തതിന് ശേഷം മാത്രം നമുക്ക് മാങ്ങ വാരിയിടാം. അതിലേക്ക് നമ്മൾ പൊടിച്ച് വെച്ചേക്കുന്ന കടുകും ഉലുവയും കൂടെ ഒന്ന് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഈ അച്ചാറിലേക്ക് നമുക്ക് കുറച്ച് പഞ്ചസാര കൂടി ചേർക്കാൻ. നല്ല പുളിയുള്ള മാങ്ങയാണ്. അതുകൊണ്ട് ആ പുളിയൊന്ന് അഡ്ജസ്റ്റ് ആകാൻ വേണ്ടിയിട്ട് നമുക്ക് കുറച്ച് പഞ്ചസാര കൂടി ഇടാം. എന്നിട്ട് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ച് റെഡിയാക്കി വയ്ക്കാം. കണ്ടോ, നല്ല രുചികരമായ മാങ്ങ അച്ചാർ റെഡി. അപ്പോൾ എല്ലാവർക്കും ഓക്കെ, ബൈ.